കാരണം വേറൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടൊരു വ്യക്തി മുന്നോട്ട് നിൽക്കുമ്പോൾ അവനെ രാജ്യദ്രോഹിയായിട്ടും അവനെ മറ്റുള്ള രീതിയിൽ അവനെ ജിഹാദിയായിട്ടും ഈ പറയുന്ന രാജീവ് ഗാന്ധി പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊന്ന ജിഹാദി LTTക്കാരുടെ കൂട്ടത്തിൽ കൂട്ടുകയും ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം അതിൻ്റെയൊക്കെ പീക്ക് ലെവലിൽ ആ വ്യക്തിയെ അവഹേളിക്കുകയും ചെയ്ത അന്തയില്ലാത്തവരുടെ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ശശികല, മധു, അതേപോലെ അജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ്, പിന്നെ അതേപോലെ തന്നെ ഈ മിനി കൃഷ്ണോമറാം, അങ്ങനെ കുറച്ച് പേരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം പണി കിട്ടിപ്പോയിട്ടും ആകെ രണ്ടുപേര് വീണ്ടും വീണ്ടും നിന്നങ്ങ് കുരു പൊട്ടുകയാണ്. ആ രണ്ടുപേരും മധുവും അതേപോലെ തന്നെ ശശികലയുമാണ്. ശശികല ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയും ഈ മധു എന്ന് പറയുന്നവൻ RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപനുമാണ്. അപ്പോൾ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളെയും പോലെയാണ്. രണ്ടുപേരും വേടനെതിരെ സംസാരിക്കുകയും വേടൻ എന്ന് പറയുന്ന വ്യക്തി മോശമാണ്, വേടൻ LTTയുടെ ഒരു പ്രതിനിധിയാണ്, വേടൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, വേടൻ്റെ പിന്നിൽ വലിയ